വീറോടെ റോഡിയോ. വേനൽക്കാലമായാൽ എല്ലാവരും പുറത്തിറങ്ങും. മെയ് മുതൽ ഒക്ടോബർ മാസം വരെ പാർക്കുകൾ പന്ത് കളിക്കാരും സൈക്കിൾ സവാരിക്കാരും നടക്കാൻ വരുന്നവരും കൈയടക്കിയിട്ടുണ്ടാകും. സ്കൂൾ വിട്ടു വന്നാൽ ഉടനെ ചക്കരയും കൂട്ടരും കളിക്കാൻ ഇറങ്ങും. ഉമ്മ വരുന്നതുവരെ ഫ്ളാറ്റിന്റെ താഴെയുള്ള പുൽത്തകിടിയിൽ പന്ത് കളിയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ കുട്ടിപ്പട്ടാളം എന്റെ സ്കൂളിലെ നീന്തൽ കുളം കലക്കി മറിക്കാൻ ഓടും. തണുപ്പ് കുറഞ്ഞാൽ ഉടനെ ഉമ്മ ബാൽക്കണിയിൽ പച്ചക്കറി കൃഷി തുടങ്ങും. ബാൽക്കണി വൃത്തിയാക്കി വാങ്ങിക്കൊണ്ടുവരുന്ന മണ്ണ് ചട്ടികളിൽ നിറയ്ക്കാനും തൈകൾ നടാനുമൊക്കെ ഞാനും ഉപ്പയും കൂടും. തക്കാളി, വഴുതന, മുളക്, ബിരിയാണിയിൽ ഇടുന്ന പുതിന എന്നിവയാണ് പ്രധാനം. ഓരോ വർഷവും പുതിയതോരോന്ന് പരീക്ഷിക്കും. തക്കാളി ചെടി നല്ലോണം വലുതാകും, ചട്ടിയിൽ ഒതുങ്ങി നിൽക്കില്ല. രാവിലെയും വൈകുന്നേരവും തക്കാളിക്കാടിന് വെള്ളമൊഴിക്കാൻ പോട്ടെ എന്നും പറഞ്ഞിട്ടാണ് ഉമ്മ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്നത്. ചക്കരയെ ഇതിനൊന്നും കിട്ടില്ല. അതിനവൻ മുറ്റത്തുനിന്ന് കയറിയിട്ട് വേണ്ടേ. മറ്റു ചില രസകരമായ കായിക വിനോദങ്ങൾ കാണാൻ കഴിഞ്ഞ വേനലിൽ ഞങ്ങൾ പോയിട്ടോ. ശൈത്യകാലം ഹസ്കികളുടെയാണെങ്കിൽ വേനൽക്കാലം കുതിരകളുടെയാണ്. ഓഗസ്റ്റിലാണ് ഞങ്ങൾ റോഡിയോ കാണാൻ പോയത്. മിസിസാഗയിൽ നിന്ന് 2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ശനിയാഴ്ചയാണ്, റോഡിൽ നല്ല തിരക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് ഉപ്പ ഞങ്ങളെ രാവിലെ തന്നെ വിളിച്ചുണർത്തി. ഉച്ചയ്ക്ക് 2 മണിക്കാണ് പരിപാടി തുടങ്ങുക. കൃത്യസമയത്ത് തന്നെ തുടങ്ങുകയും ചെയ്യും. ആരെയും കാത്തുനിന്ന് സമയം വൈകിക്കില്ല. അതുകൊണ്ട് നേരത്തെ എത്തിയാലും വൈകി എത്തരുതെന്ന കാര്യത്തിൽ ഉപ്പാക്ക് നിർബന്ധമാണ്. മിസിസാഗയിൽ നിന്ന് ഹൈവേ 10 പോയാലെത്തുന്ന തോൺബെറിയിലെ സെഡാർ റൺ ഹോഴ്സ് പാർക്കിലാണ് കായിക പരിപാടികൾ നടക്കുന്നത്. വിചാരിച്ച പോലെ റോഡിൽ തിരക്കൊന്നുമില്ലായിരുന്നു ട്ടോ. സാധാരണ ഹൈവേകളിൽ കാണുന്ന പോലെ ചീറിപ്പായുന്ന വാഹനങ്ങളൊന്നുമില്ലാതെ റോഡ് വിജനമാണ്. റോഡിനിരുവശത്തും ചോളവും ഗോതമ്പും കനോളയും കൃഷി ചെയ്യുന്ന പാടങ്ങളുണ്ട്. എണ്ണയുണ്ടാക്കാനാണ് കനോള കൃഷി ചെയ്യുന്നത്. വീട്ടിൽ ചിലപ്പോൾ ഉമ്മ കാനോള ഓയിൽ വാങ്ങാറുണ്ട്. കടുകിന്റേതുപോലെ മഞ്ഞ നിറത്തിലുള്ള കുഞ്ഞു പൂക്കളാണ് കാനോള ചെടിയിൽ വിരിയുക. പാടങ്ങൾക്ക് നടുവിൽ നിരനിരയായി നിൽക്കുന്ന കുറച്ച് കാറ്റാടി യന്ത്രങ്ങളും. ഇതൊക്കെ കണ്ട് ഉപ്പ ഹാപ്പിയായി ഫോട്ടോ എടുക്കാലോ. 1 മണിക്കാണ് ഞങ്ങൾ തോൺബെറിയിലെ പാർക്കിലെത്തിയത്. കുതിരകളെ പരിശീലിപ്പിക്കുന്നതിനും സവാരിക്കും മാത്രമായി ഉള്ളതാണത്രേ 280 ഏക്കറോളം വരുന്ന ഈ സ്ഥലം. കായിക പരിപാടികൾ കാണാൻ പാർക്കിലെത്തുന്നവരെ സ്വീകരിക്കുന്ന വളണ്ടിയർമാർ ടിക്കറ്റ് കൗണ്ടറും കാർ പാർക്ക് ചെയ്യേണ്ടത് എവിടെയാണെന്നും പറഞ്ഞു തന്നു. പ്രായമായവരെയും ശാരീരിക അസ്വാസ്ഥ്യമുള്ളവരെയും ഗോൾഫ് കാർട്ടുകളിലാണ് സ്പോർട്സ് മൈതാനത്തിനടുത്ത് എത്തിക്കുന്നത്. പരിപാടികൾ നടക്കുന്ന മൈതാനിയിൽ നിന്നും ഉച്ചത്തിൽ പാട്ട് കേൾക്കാം. കുന്നിന്റെ ചെരുവിലെ ചെറിയ ഗ്രൗണ്ടിന് ചുറ്റും ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് വേലി കെട്ടി ഭദ്രമാക്കിയിട്ടുണ്ട്. കുതിരകളെ കണ്ടപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചാടി തുള്ളിപ്പോയി. ഉമ്മ ഗാലറിയിൽ കയറിയിരുന്നു. 15 മിനിറ്റിനുള്ളിൽ ഈ പരിപാടിയുടെ ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു തരാൻ ഒരാൾ പാട്ടൊക്കെ നിർത്തി മൈക്കെടുത്തു. ഹലോ ഹലോ കേട്ടപ്പോൾ അതുവരെ കുതിരകളുടെ അടുത്ത് നിന്നിരുന്ന ഞങ്ങളും ഉമ്മ ഇരിക്കുന്നിടത്തേക്ക് വന്നു. 2 ദിവസത്തെ പരിപാടിയിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിന്റെ പകുതി കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു ചാരിറ്റി സംഘടനയ്ക്ക് കൊടുക്കുമെന്ന് പറയുന്നത് കേട്ടപ്പോൾ ആളുകളൊക്കെ കൈയടിച്ചു. നല്ല കാര്യമല്ലേ. വടക്കേ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളുടെ ആവേശമായ കാൽഗറി സ്റ്റാമ്പീഡാണ് റോഡിയോ കായിക മത്സരത്തിൽ ഏറ്റവും ആകർഷകമായതത്രേ. അത് നടക്കുന്നതോ കാനഡയിലെ മറ്റൊരു പ്രൊവിൻസായ കാൽഗറിയിൽ വെച്ചും. അതൊക്കെ ടിവിയിൽ കാണാലോ. ഇപ്പോൾ തൽക്കാലം ഒതുങ്ങിയിരുന്ന് കണ്ടില്ലെങ്കിൽ കാലുവഴുതി ഗാലറിയിൽ നിന്ന് താഴേക്ക് വീഴും. തിരിയുക, ചുറ്റിവരിക എന്നൊക്കെ അർത്ഥം വരുന്ന റോഡിയോ സ്പാനിഷ് ഭാഷയിൽ വിരുന്നെത്തിയതാണ്. കന്നുകാലികളെ മെരുക്കുന്ന കൗബോയികൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്നൊരു വിനോദമാണ് റോഡിയോ.
കൂടുതലായും സ്പെയിൻ, മെക്സിക്കോ, അമേരിക്ക, കാനഡ എന്നീ സ്ഥലങ്ങളിലാണ് ഇത്തരം വിനോദങ്ങൾ ഉണ്ടായിരുന്നത്. മൃഗങ്ങളെ ഉപയോഗിച്ച് ഇതുപോലെയുള്ള വിനോദങ്ങൾ നടത്തരുത് എന്ന് പറയുന്ന ചിലരും ഞങ്ങളുടെ അടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ കുതിരകളെയൊക്കെ നല്ലോണം നോക്കുന്നുണ്ടല്ലോ. കുതിരകൾക്ക് വിശ്രമിക്കാൻ എയർ കണ്ടീഷൻ ചെയ്ത സ്പെഷ്യൽ വണ്ടികളും സമയാസമയങ്ങളിൽ ഭക്ഷണം കൊടുക്കാൻ ആളുകളും ഡോക്ടർമാരും കൂടെ തന്നെയുണ്ട്. സർവചരാചരങ്ങൾക്കും സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെയാണ് പരിപാടികൾ തുടങ്ങിയത്. പ്രാർത്ഥന തീർന്നതും ദാ വരുന്നു കുതിരപ്പുറത്ത് കനേഡിയൻ പതാകയും പിടിച്ചൊരു പെൺകുട്ടി. പലതവണ കുതിരയുമായി ഗ്രൗണ്ടിനെ വലം വെച്ചതിന് ശേഷം മൈതാനത്തിന്റെ നടുവിൽ നിന്നപ്പോൾ ഓ കാനഡ എന്ന് തുടങ്ങുന്ന കാനഡയുടെ ദേശീയ ഗാനം മുഴങ്ങി. പതാകയുമായി അവർ തിരിച്ചു പോയപ്പോൾ അലങ്കരിച്ച തുകൽ കുപ്പായമിട്ട കുതിരയുടെ പുറത്ത് രണ്ടുപേർ കയ്യിൽ നീളമുള്ള കയറുമായി ഗ്രൗണ്ടിന്റെ രണ്ടറ്റത്ത് വന്നു നിന്നു. ഇവരാണത്രേ കളി നിയന്ത്രിക്കുന്നത്. 3 ഇനം റോഡിയോ മത്സര പരിപാടികൾക്കൊപ്പം മോട്ടോർ സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളും ഉണ്ടെന്ന് അവതാരകൻ പറഞ്ഞതാണ് ഞങ്ങളെ സന്തോഷിപ്പിച്ചത്. 15 വയസ്സിന് താഴെയുള്ള കുട്ടികളും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ആദ്യത്തെ ഇനം സാഡിൽ ബ്രോങ്ക് റൈഡിംഗ് ആണ്. അതിനിടയ്ക്ക് കാണികളെ തമാശകൾ പറഞ്ഞ് രസിപ്പിക്കാനായി ചുവന്ന ടീഷർട്ടും തൊപ്പിയും വെച്ചൊരു ജോക്കർ ഗ്രൗണ്ടിലെത്തി. തീരെ മെരുങ്ങാത്ത കുതിരകളെ വെച്ചാണ് ബ്രോങ്ക് റൈഡിംഗിൽ മത്സരിക്കേണ്ടത്. വേലിക്കപ്പുറത്തെ ഇരുമ്പ് കൂട്ടിനുള്ളിൽ നിൽക്കുന്ന കുതിരയുടെ പുറത്ത് മത്സരിക്കുന്ന ആള് കയറും. മെരുങ്ങാത്ത കുതിരയല്ലേ, അത് വേലി തുറക്കുന്നതോടെ ഒറ്റ പാച്ചിലാണ്. പുറത്തിരിക്കുന്ന ആളെയും തള്ളി താഴെയിടും. നിലത്ത് വീണയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയില്ലെങ്കിൽ കുതിരയുടെ ചവിട്ടും കൊള്ളേണ്ടി വരും. കയ്യിൽ കയറുമായി നിൽക്കുന്ന റഫറികൾ ഇല്ലേ, അവരാണ് ഈ കുതിരയെ പിടിച്ച് വീണ്ടും കൂട്ടിലാക്കുന്നത്. വീഴാതെ കൂടുതൽ സമയം വെകിളി പിടിച്ച കുതിരയുടെ പുറത്തിരിക്കാൻ കഴിഞ്ഞാൽ മത്സരത്തിൽ വിജയിക്കും. ആർക്കും അധിക നേരം ഇരിക്കാൻ പറ്റില്ല. എന്താന്നോ, ഒറ്റ കൈകൊണ്ടേ കുതിരയുടെ അരയിൽ കെട്ടിയ ചെറിയ ബെൽറ്റിൽ പിടിക്കാൻ പറ്റൂ. മറ്റേ കൈ എവിടെയും തൊടാതെ ഉയർത്തി പിടിക്കണം. ബക്കിംഗ് ഹോഴ്സ് എന്നാണത്രേ ഈ മത്സരത്തിന് ഉപയോഗിക്കുന്ന കുതിരകളെ പറയുക. പേരുകൾ ഓർത്തു വെക്കാനാണ് പ്രയാസം. മത്സരത്തിനു വേണ്ടി പ്രത്യേകം പരിശീലനം കൊടുക്കുന്നവയും ഉണ്ട്. എപ്പോഴാണ് പുറത്തിരിക്കുന്ന ആളെ തള്ളി താഴേക്ക് ഇടേണ്ടത് എന്നാണ് കുതിരയെ പഠിപ്പിക്കുക. കുതിരയെ ദേഷ്യം പിടിപ്പിക്കാനാണത്രേ ചെറിയ ബെൽറ്റ് അതിന്റെ വയറിന് ചുറ്റും അധികം മുറുകാതെ കെട്ടുന്നത്. ദേഷ്യം വന്നാൽ ഓട്ടത്തിന് വേഗത കൂടില്ലേ, അതാണ് മത്സരത്തിന്റെ ഹരം. പ്രത്യേക ഇനത്തിൽപ്പെട്ട ബക്കിംഗ് കുതിരകളെ വന്യമായ രീതിയിലേ വളർത്തൂ. അറിയോ, $10,000 വിലയുണ്ട് ഈ വെകിളി കുതിരകൾക്ക്, അതായത് 5 ലക്ഷം. കൗബോയ്കൾ ഇടുന്നത് പോലെയുള്ള വസ്ത്രങ്ങളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ധരിച്ചിരുന്നത്. പണ്ട് കാട്ടിലൂടെ കന്നുകാലികളോടൊപ്പം ഓടുമ്പോൾ മരച്ചില്ലകളും മുള്ളുകളും കൊണ്ട് ശരീരം കീറി മുറിയാതിരിക്കാൻ കൗബോയ്കൾ തുകൽ കൊണ്ടുണ്ടാക്കിയ പ്രത്യേക കാലുറകൾ ഉപയോഗിച്ചിരുന്നു അത്രേ. അതാണ് ചാപ്സ്. റോഡിയോയിലെ കളിക്കാർ ഉപയോഗിക്കുന്ന ചാപ്സ് ചിത്രപ്പണികൾ കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട്. അടുത്ത മത്സരത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് മോട്ടോർ സൈക്കിൾ അഭ്യാസം തുടങ്ങിയത്. ഉയരത്തിലുള്ള ചാടി മറിച്ചിലൊന്നും ഉമ്മാക്ക് ഇഷ്ടായില്ല. ഞങ്ങളുടെ 2 ആളുടെയും കൈകൾ മുറുക്കി പിടിച്ചാണ് അഭ്യാസങ്ങൾ കഴിയുന്നതുവരെ ഉമ്മയിരുന്നത്. അടുത്ത മത്സരം കുതിരയോട്ടമൊന്നുമല്ലാട്ടോ, അതേ 1000 കിലോ തൂക്കമുള്ള കാളക്കൂറ്റന്റെ പുറത്ത് കയറിയുള്ള ബുൾ റൈഡിംഗ് മത്സരമാണ്. ശരിക്കും പേടിയാവൂട്ടോ കാളയെ കണ്ടാൽ. ഇതിന്റെ പുറത്തിരിക്കുന്ന ആളുടെ ബാലൻസും ദൃഢതയും നോക്കി വിജയിയെ പ്രഖ്യാപിക്കുന്ന മത്സരമാണിത്. 8 സെക്കൻഡ് നേരം മത്സരിക്കുന്നയാൾ കാളയുടെ പുറത്തിരിക്കണം. ഏറ്റവും ആപൽക്കരമായ കായിക വിനോദമാണിത്. കുതിരകളെ പോലെയൊന്നുമല്ല, ഇവറ്റകൾക്ക് അച്ചടക്കം തീരെയില്ല. പോരാത്തതിന് ആളെ പേടിപ്പിക്കാൻ 2 കൊമ്പും തീ പാറുന്ന കണ്ണുകളും. പുറത്തിരിക്കുന്ന ആളെ മറിച്ചിട്ടാൽ കുത്താനാണ് കാള പാഞ്ഞെടുക്കുന്നത്.
അപ്പോൾ അതിന്റെ മുന്നിലേക്ക് 2 കാളപ്പോരുകാർ ചാടി കാളയുടെ ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കും. 2 റൗണ്ടായിട്ടാണ് ബുൾ റൈഡിംഗ് മത്സരം നടന്നത്. അവസാന റൗണ്ടിൽ ഒരു വില്ലൻ കാള മത്സരിക്കുന്ന ആളെ അതിന്റെ പുറത്തിരിക്കാൻ തന്നെ സമ്മതിച്ചില്ല. വേലി തുറക്കുന്നതിനു മുന്നേ മുക്രയിട്ടും കൊമ്പുകുലുക്കിയും പുറത്തിരുന്ന ആളെ കുടഞ്ഞെറിഞ്ഞു. ബാരൽ റേസിംഗ് എന്ന മത്സരമാണ് അടുത്തത്. പെൺകുട്ടികൾ മാത്രമാണ് മത്സരാർത്ഥിനികൾ. കൗബോയ് ഹാറ്റും ജീൻസും ഷർട്ടും അണിഞ്ഞ പെൺപട അവരവരുടെ കുതിരകളുമായി മത്സരം തുടങ്ങുന്നതിന് മുൻപേ ഗ്രൗണ്ട് 1-2 വട്ടം വലം വെച്ചു. കൂട്ടത്തിൽ ഉമ്മാക്ക് ഇഷ്ടമുള്ള വെള്ള കുതിരയുണ്ടായിരുന്നു. എങ്ങനെയാണ് മത്സരമെന്നോ? ഗ്രൗണ്ടിന്റെ 3 കോണുകളിൽ വെച്ച ചുവപ്പും വെള്ളയും നിറങ്ങൾ പൂശിയ ബാരലുകൾ തട്ടി വീഴ്ത്താതെ വേഗത്തിൽ വട്ടം ചുറ്റി തിരിച്ചു പോകണം. കുതിരയുടെ വേഗതയും അവയെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവും നോക്കിയാണ് വിജയിയെ തീരുമാനിക്കുക. 15 വയസ്സുവരെയുള്ള കുട്ടികളും ഇതേ മത്സരത്തിലാണ് പങ്കെടുത്തത്. ബാരലുകൾ തട്ടി വീഴ്ത്തിയാൽ പെനാൽറ്റിയാണ്. കാളകൾ ഉഴുതുമറിച്ച മൈതാനം കുതിരകൾക്ക് വേണ്ടി ട്രാക്ടർ ഉപയോഗിച്ച് വെടിപ്പാക്കിയ ശേഷമാണ് മത്സരം തുടങ്ങിയത്. എല്ലാ മത്സരങ്ങളും കഴിഞ്ഞപ്പോൾ ഗ്രൗണ്ടിൽ മെരുക്കമുള്ള കുറച്ചു കുതിരകളുടെ വക ഓട്ടപ്രദക്ഷിണമുണ്ടായിരുന്നു. കെട്ടലും പൂട്ടലും ഒന്നുമില്ല. കാളയെ പേടിച്ച് ഗാലറിയുടെ മേലേക്ക് കയറിയ ഞങ്ങൾ വീണ്ടും താഴെയെത്തി. പേടിയില്ലാതെ വേലിയുടെ അരികിൽ നിന്ന് കുതിരയോട്ടം കണ്ടു. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ ആരോ വിസിലടിച്ചു. ഓട്ടം നിർത്തിയ കുതിരകളെല്ലാം വേലിയുടെ അടുത്തേക്ക് പോയി. കുറച്ചകലെ നിർത്തിയിട്ട കുതിരകളുടെ സ്പെഷ്യൽ വണ്ടികളിലേക്ക് അതിനെയെല്ലാം കയറ്റുന്നതും വെള്ളം കൊടുക്കുന്നതും നോക്കി ഞങ്ങൾ നിന്നു. ചക്കരയ്ക്ക് അവിടുന്ന് പോരാൻ തീരെ മനസ്സുണ്ടായിരുന്നില്ല.